ഇന്ന് യേശുവിൻ്റെ ഒരു വാണിംഗ് ആണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ വിജിലൻ്റ് ആയിരിക്കാനായിട്ടാണ്. രണ്ടുപേരെ യേശു ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഫരിസേരുടെയും ഹെറോദോസിൻ്റെയും പുളിമാവിനെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്ന് വെച്ചാൽ ഫരിസേർ നിയമത്തെ കൂടുതൽ ഫോക്കസ് ചെയ്തവരാണ്. ലീഗലിസം ഒത്തിരി സംസാരിക്കുകയും നിയമങ്ങൾ മാത്രം ജീവിക്കുകയും ചെയ്തവർ. ഹെറോദോസ് പക്ഷക്കാരെന്ന് വെച്ചാൽ അവർ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് കൂടുതൽ ആശ്രയിച്ചവരാണ്. ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ തിന്നും കുടിച്ചും ജീവിച്ചവരാണ്. അവർക്ക് സ്പിരിച്വാലിറ്റി ഒന്നുമില്ല, ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. ഈ രണ്ട് പക്ഷക്കാരും അന്ന് വളരെ പ്രബലമായിരുന്നൊരു സമയമായിരുന്നു. യേശു അവരെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഇവർ രണ്ടുപേരെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇവർ രണ്ടുപേരെയും സൂക്ഷിക്കുമ്പോൾ ഇവരെ മുഴുവനായിട്ടൊന്നും സൂക്ഷിക്കേണ്ട, ഇവരുടെ പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഈസ്റ്റ് ഒരല്പം ഇട്ടാൽ മതിയല്ലോ, അത് മറ്റൊന്നായിട്ട് മാറും. അതാണ് യേശുവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണോ സാധനം അത് മറ്റൊന്നാക്കി മാറ്റാൻ ഇവരെ കൊണ്ട് പറ്റും. ഇവർ നിങ്ങളുടെ ഉള്ളിൽ ഇൻജക്റ്റ് ചെയ്യുന്ന ഈ നിയമങ്ങളും ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫൊക്കെ നിങ്ങളെ മറ്റൊന്നാക്കി മാറ്റും. നിങ്ങളുടെ നന്മകളൊക്കെ എടുത്തുകളയും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തസ്സത്തെ നശിപ്പിച്ച് കളയും. യേശു ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാം നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ശരികളാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരല്പം മതി, അത് നമ്മളെ തന്നെ മാറ്റിക്കളയും, നമ്മളെ വേറൊന്നാക്കിക്കളയും, നമ്മുടെ ഉള്ളിലെ നന്മയെ ചിലപ്പോൾ കെടുത്തിക്കളയും. ഒരു പുളിമാവ് പോലെ നമ്മൾ കരുതുന്നതായിരിക്കും, ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതായിരിക്കും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ നമ്മളെ തള്ളിവിടുന്നത്. ചില മനുഷ്യരായിരിക്കാം, ചില അനുഭവങ്ങളായിരിക്കാം, ചില വാക്കുകളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. നമ്മൾ വെറുതെ എന്ന് ചിന്തിക്കുന്ന എന്തോ ഒന്നിലേക്ക് എത്രയോ വലിയ ആപത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന ജാഗരൂകരാകേണ്ട ചിന്തയാണ് ഇന്ന് ഈ ഭൂമിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ലോകം വളരെയധികം മോശമാണെന്നൊക്കെ പറയുന്നവരോട് ഓർമ്മിപ്പിക്കാനുള്ളതാണ്, ഒന്നും മോശമല്ല. ഏത് ശരി ഏത് തെറ്റെന്ന് വിവേചിച്ചറിഞ്ഞാൽ മാത്രം മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.